തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ടായി. ഒരു ദിവസത്തിലധികം സമയം ഒരാൾ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. മരണം മുഖാമുഖം കണ്ടതായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ രവീന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. ലിഫ്റ്റിന് മുന്നിൽ തകരാറാണ് എന്ന ബോർഡ് പോലും ഉണ്ടായിരുന്നില്ല. വായു അകത്തേക്ക് കടന്നത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടത്. CP പ്രവർത്തകനായി എത്താൻ തുടർ നടപടി പാർട്ടിയുമായി ആലോചിച്ച് ചെയ്യുമെന്നും രവീന്ദ്രൻ പറഞ്ഞു. ശനിയാഴ്ചയാണ് തിരുവനന്തപുരം നഗരം ഞെട്ടിയ ദിവസം. ഒരു ശുചീകരണ തൊഴിലാളി തോട്ടിലകപ്പെട്ടു പോയി കാണാതായ ദിവസം. ഈ സമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന രവീന്ദ്രൻ എന്നൊരാളും കാണാതായി. അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നത് ഇന്ന് രാവിലെ 6 മണിക്കാണ്. ഈ രവീന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങി പോവുകയായിരുന്നു 42 മണിക്കൂർ. നമസ്കാരം. എന്താണ് സംഭവിച്ചത് ശനിയാഴ്ച? എനിക്കൊരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർത്തോ ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഡോക്ടറെ കാണാൻ വരുന്നു. ഞാൻ മുകളിലോട്ട് പോകാൻ വേണ്ടി കയറുമ്പോൾ, അതായത് ആ സൂപ്പർ ഓഫീസിലോട്ട് കയറുന്നതിൻ്റെ ആ സൈഡിൽ ഒരു മെഡിക്കൽ സ്റ്റോറിന് അപ്പുറത്തായിട്ട് ലിഫ്റ്റ് ഉണ്ട്. 11 നമ്പർ ലിഫ്റ്റ് അല്ലേ? 11 നമ്പർ ലിഫ്റ്റ് കയറി പ്രസ് ചെയ്തു. മുകളിലോട്ട് കയറാൻ പ്രസ് ചെയ്ത് ബട്ടൺ അമർത്തി ഒന്ന് ഉയർന്നു, ടഫായി. പിന്നെ ഒന്നും അറിയില്ല. പെട്ടെന്ന് ഈ ശബ്ദത്തിനിടയിലാണ് എൻ്റെ കയ്യിൽ നിന്നിരുന്ന മൊബൈൽ താഴെ വീഴുന്നു. അത് പൊട്ടി. അവിടെ എത്തുമ്പോൾ ഈ ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ വിളിച്ചുകൊണ്ട് അവിടെ നല്ല പവർഫുള്ളായിട്ടുള്ള വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. തുറന്ന് കിടക്കുകയായിരുന്നു. ഞാൻ കയറുന്നു, ബ്ലഡ് അല്ല ഈ ഇത് ലിഫ്റ്റ് ഓണാവുന്നു. ശകലം ഉയർന്ന ശേഷം ടഫനായി അങ്ങ് നിലച്ചു. ലിഫ്റ്റ് തകരാറാണെന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല? ഇല്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ അകത്ത് എന്താണ് സംഭവിച്ചത്? പിന്നെ അകത്ത് കയറി ഈ അകത്തായിപ്പോയി. ഞാൻ ലിഫ്റ്റ് ഞാൻ അവിടെ തന്നെ എൻ്റെ മൊബൈൽ വഴി വിളിക്കാൻ നോക്കി പരമാവധി. അപ്പോൾ ഈ ലിഫ്റ്റിൽ നിന്ന് കാൽ പുറത്ത് പോകുന്നില്ല. ഞാൻ അലാറം കൊടുത്തു നോക്കി, രക്ഷയില്ല. ലിഫ്റ്റിനകത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു? അപ്പോൾ ലൈറ്റ് പോയി. ഇരുട്ടാണെങ്കിൽ നല്ലവണ്ണം എയർ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് രാത്രിയാണോ പകലാണോ എന്നറിയില്ല. കാരണം എൻ്റെ മൊബൈലും നിശ്ചലമായി. മൊബൈൽ എന്ന് പറഞ്ഞാൽ ചാർജ് പോയി. അപ്പം എനിക്ക് മൊബൈലുണ്ടെങ്കിൽ എനിക്ക് ദിവസമോ സമയമോ അറിയാം. അപ്പോൾ അതും നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പുറംലോകവുമായി ബന്ധമില്ല. എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ പാർട്ടിക്കാർക്കോ ഞാനിവിടെ കുരുങ്ങിപ്പെട്ട കാര്യം അറിഞ്ഞും കൂടാ. അവർ വിചാരിക്കുകയാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് നേരെ ജോലി സ്ഥലത്തേക്ക് പോയി കാണും. മുന്നിൽ കണ്ടു അല്ലേ? മരണം മുഖാമുഖം. എൻ്റെ മരണപ്രാളം പോലെ ഞാൻ അവിടെ മാതൃപ്പിതൃ പരമ്പരയിൽപ്പെടുന്ന സകല ആൾക്കാരെ അതിനകത്ത് വെച്ച് കാണുമെന്ന് പറയും പോലെ ആയിപ്പോയി. അപ്പം ഭയം കൂടി വന്നു. മൂലയെ പോയി എൻ്റെ ഇരുന്ന ബാഗുമായി വെച്ച് അതിനെ തലയണയാക്കി ബാഗിനെ ഞാൻ കിടന്നു. തുറക്കാൻ കഴിയുന്ന ആ റോഡിനോട് ഞാൻ മലമൂത്ര നടത്തി. കാരണം ഇതുവഴിയെ മലമൂത്രം നടത്തുമെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് മലം പോയി. പിന്നെ എനിക്കൊന്നും അറിയില്ല. വെള്ളം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ലായിരുന്നു. പിന്നെ ഈ BP കംപ്ലൈൻ്റ് ഉണ്ട്. ഞായറാഴ്ചയും ഈ പകല് മുഴുവൻ എന്തായിരുന്നു മാനസികാവസ്ഥ? ഞാൻ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ധാരണ ഒരു 20-ാം തീയതി ആയിക്കണമെന്നാണ്. കാരണം എനിക്ക് ഈ ഓരോ മണിക്കൂർ ഓരോ ദിവസം പോലെ ആയിരിക്കണം. സത്യം പറഞ്ഞ ഒരു ഭയങ്കരമായ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എങ്ങനെ ഇത് തുറക്കുന്ന സമയം എന്തായിരുന്നു? അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ വെളിയിൽ ഇങ്ങനെ തുറക്കണം. അപ്പോൾ ഞാനും പോയി ഇങ്ങനെ തുറന്നു. ഞാൻ പറഞ്ഞു ഹലോ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇനി വെളിയിൽ ചാടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാഗെല്ലാം എല്ലാം എടുത്തോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബാഗ് വെളിയിൽ ചാടി. ഒരു ദൂതനെ പോലെ അല്ലെങ്കിൽ ആരോ പറഞ്ഞു വിട്ട് വന്ന ഒരു മഹത് വ്യക്തിയെ പോലെയാണ് അദ്ദേഹം വന്ന് എന്നെ പുറത്ത് രക്ഷപ്പെടുത്തിയത്. തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്ത് തോന്നി? എൻ്റെ സ്ഥാനത്ത് ഒരു ഗർഭിണിയോ അല്ലെങ്കിൽ ഒരു മാരകമായ അസുഖമുള്ള രോഗിയോ ഒരു ക്യാൻസർ പേഷ്യൻ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. താങ്കൾ അപകടത്തിൽപ്പെടുന്ന സമയം നഗരത്തിൽ അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു. ഇന്ന് വെളുപ്പിന് ഇറങ്ങിയിട്ടാണ് അറിയണത്. ചായ ഉണ്ടോയെന്ന് പറഞ്ഞ് നിങ്ങളെ കൂടെ അകപ്പെട്ട് കാണാതെ ഒരാൾ മരണപ്പെട്ടു പോയി. ഏതായാലും അദ്ദേഹം പറഞ്ഞ പോലെ വായു സഞ്ചാരം അകത്തേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഈ കുടുംബത്തിന് അദ്ദേഹത്തെ തിരിച്ചു കിട്ടിയത്. ഏറ്റവും പ്രധാനം രവീന്ദ്രൻ നായർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അകപ്പെട്ടു പോയത് ഒരു രോഗിയായിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ഗുരുതര രോഗമോ ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ലിഫ്റ്റിനകത്ത് മരണം സംഭവിക്കുമായിരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ എത്രത്തോളം ജാഗ്രത വേണം ഇതുപോലുള്ള വീഴ്ചകൾ പരിഹരിക്കുന്നതിന് മെഡിക്കൽ കോളേജ് അധികാരികൾക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ രവീന്ദ്രന് സംഭവിച്ച ഈ അപകടം. ഇതിൽ നിന്ന് തിരുത്തിയേ മതിയാകും. ക്യാമറ രതീഷിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. OPയിലെത്തിയ രവീന്ദ്രൻ നായർ എന്ന രോഗി 1.5 ദിവസം ലിഫ്റ്റിൽ കിടന്ന സംഭവം അത് പുറംലോകം അറിഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ
3 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്.